ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗൈസ്. ഇന്നത്തെ പരിപാടി ഇന്ന് ബാംഗ്ലൂർ വീടാണ് കേട്ടോ. ഇന്ന് മതിയാക്കി ഇവിടുത്തെ പരിപാടി. ഇവന്റെ അവിടുത്തെ പൊറുതി ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയില്ലേ, അതെ. ഇവന്റെ വീട് ഞങ്ങൾ കൈമാറി, ഇവൻ തന്നെ തിരിച്ചു കൊടുത്തു. അതെ, ഇവന്റെ റൂമും ഫ്ലാറ്റും എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് വീണ്ടും കേരളത്തിലേക്ക് മടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ രാവിലെ നോക്കുമ്പോൾ ഉണ്ട്, ഇത്ര രാവിലെ ഒന്നും ഇവിടെ വന്നിട്ട് എഴുന്നേറ്റില്ല. ആകെ ഒരു ദിവസം മാത്രമേ എഴുന്നേറ്റുള്ളൂ, അന്ന് കണ്ടിട്ടുമില്ല. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വണ്ടി വന്നിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകട്ടെ, ഓരോ വീടിൻ്റെ മുന്നിൽ നിർത്തി എല്ലാവരും ഫുഡിൻ്റെ വേസ്റ്റ് മൊത്തം അതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ രാവിലെ തന്നെ കണ്ടത് അല്ലേ. അതൊരു നല്ല പരിപാടി. നമ്മുടെ അവിടെ അതെന്തല്ലേ ചെയ്യാത്തത്? എല്ലാ ദിവസവും വരുമോ? ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചൊന്നൊക്കെ അവിടെ ചെന്നപ്പോഴേക്കും അത് തിരിഞ്ഞു. ഇനി ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കടെയും ഓരോ ഓർഡർ വിടുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. നമ്മുടെ എന്നല്ല, ടൗണിക്കടെ മൊത്തം ഫുഡ് വേസ്റ്റാണ് ആൾക്കാർ ഈ വലിച്ചെറിയുന്നത്. ആ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായി. ഇതതില്ല. അപ്പോൾ ഇതൊരു നല്ല പരിപാടി കേട്ടോ, എന്തായാലും അല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളൊരു സംഭവമാണ് പ്ലാസ്റ്റിക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ ആൾക്കാരെ കൊടുത്തു വിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. എന്തോരം ആൾക്കാർ ഇട്ടു, അത് തന്നെയല്ല എന്തോരം ആൾക്കാർ വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റൊക്കെ ഇവർ എന്താ ചെയ്യുക? ഇതല്ലേ ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോൾ വണ്ടിയൊക്കെ തവിട്ട് പൊടിയായിട്ടായിരുന്നു കിടന്നായിരുന്നത്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിയായിട്ട് പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ശരിക്കും വലിയ പ്രശ്നമാണ്, ആകെ തവിട്ട് പൊടിയാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കഴുകിയിട്ടു. അപ്പോൾ കാരണം നമുക്കൊരു ഭംഗിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭംഗിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ, പോവാന്നാൽ നമുക്ക്. അപ്പോൾ കുട്ടൻ പോരുന്നില്ല, കുട്ടനെ അടുത്ത ആഴ്ച പോരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഓക്കെ, ബൈ ബൈ, സി യു. നാട്ടിൽ വന്നിട്ട് കാണാം. മൊത്തം കയറ് വേഗം. അപ്പോൾ ഞങ്ങൾ അധികം നേരം വൈകിട്ടില്ല, 8 മണി ആവുന്നുള്ളൂ. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ വലിയ തിരക്കില്ലാണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരു 7:30 ഒക്കെ ആയിപ്പോൾ ഇപ്പോൾ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഇത്തിരി റൗണ്ട് അടിച്ച് വന്നപ്പോൾ സമയം 7:45, 8 മണി ആവാനാണ് പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വിടാം, നമുക്ക് യാത്രകൾ കാണാം. ഓക്കെ, ബാംഗ്ലൂർ 8 മണിയായപ്പോഴേക്കും ഫുൾ തിരക്കായി. അപ്പോൾ തിരക്കിന് മുന്നേ എന്തായാലും ഇവിടെ നിന്ന് ചാടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നായിരുന്നത്. എന്തായാലും തിരക്കിൽ പെട്ടു തുടങ്ങി. കുറേശ്ശെ അവിടെ ഇവിടെ ഒക്കെ ബ്ലോക്കായി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തന്നെ 1 മണിക്കൂർ പോയി ഉള്ളൂൻ്റെ പെട്ട സമയം. എന്തുട്ടാ വണ്ടി എല്ലാം മുട്ടി നിൽക്കണ. എല്ലാവരും ഇല്ലേ, ഏതിലൊക്കെ കുത്തിക്കയറ്റാൻ പറ്റും അതിലൊക്കെ കുത്തിക്കയറ്റുക. അയാൾ കൊണ്ട് നമ്മുടെ മേത്തേക്ക് കുത്തിക്കയറ്റിയിട്ട് അയാൾ നമ്മളെ വലിച്ചു നോക്കുക. വണ്ടികൾ ഫുള്ള് രാവിലെ ആൾക്കാർ ജോലിക്ക് പോണതും നിറച്ചും വണ്ടികളായിട്ട് എല്ലാ ആൾക്കാരും അതിലെതിരെ വന്ന് കിട്ടിയ ഗ്യാപ്പ് കിട്ടിയെടുക്കുമ്പോൾ ആകെ ബ്ലോക്ക് ആവുകയാണ്. ഒരു സ്ഥലത്ത് പോലീസുകാരും കിട്ടണം. ഇനി നമ്മൾ ഹൈവേക്കടെ നേരിട്ടുള്ള പോക്കാണ് കേട്ടോ. നേരെ ഹൊസൂര് അങ്ങനെയാണ് പോണത്. അപ്പോൾ നേരെ നമ്മൾ ഈ പ്രാവശ്യത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സാധാ ഹൈവേ പിടിച്ചിട്ടാണ് കേട്ടോ. ഗ്രാമഭംഗി ആസ്വദിക്കണില്ല, നേരെ വീട്ടിലേക്ക്. ഗ്രാമഭംഗി ആസ്വദിക്കാണ്ടുള്ള പോക്കാണ് ഈ പ്രാവശ്യം വരുന്നത്. മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈവേ റൈഡർ. തുംകൂര്, മൈസൂര്, ഇലക്ട്രോണിക് സിറ്റി, ഹൊസൂര്. അതെ, ഇതൊക്കെ സിഗ്നലിൻ്റെ അവിടുത്തെ ബ്ലോക്കുകളാണ് കൂടുതലും. ഓരോ സിഗ്നലുകൾ വരുമ്പോൾ അതിൻ്റെ ബ്ലോക്കാണ്. മുത്തേ, ഇനി ഇലക്ട്രോണിക് സിറ്റി കണ്ടില്ല എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചേക്കണു. ഇലക്ട്രോണിക് സിറ്റി മെട്രോ കണ്ടാ എവിടെയാ? അത് തന്നെ. ഡീസൽ പമ്പുകളൊക്കെ സർവീസ് റോട്ടിലായതുകൊണ്ട് തന്നെ ബാരിക്കെയർ വെച്ചിട്ടുള്ള കാരണം നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 നമ്മൾ ഡീസലിൻ്റെ പമ്പ് കണ്ടു, പക്ഷേ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡീസൽ അടിച്ച് പോവുകയാണെങ്കിൽ 2 രൂപ 3 രൂപ കുറവുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുള്ളാക്കിയിട്ട് പോവാം. അപ്പോൾ പിന്നെ ഡീസലിൻ്റെ കാര്യം നോക്കണ്ടല്ലോ, അതുപോലെ ടോളും റീചാർജ് ചെയ്ത് പോവാം. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, ഫുള്ളാക്കട്ടെ കേട്ടോ. 91 രൂപയായി വില, 3000. ഡീസൽ അങ്ങനെ ഫുൾ ടാങ്ക് ആക്കിയിട്ടോ. ഇവിടെ അധികം വില കുറവെന്ന് പറയാനില്ല കേട്ടോ. ഇവിടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 91 രൂപയായി. 90, 90, 99. അപ്പോൾ 91 രൂപ. നമ്മുടെ ഇവിടെ 94 കണ്ടിടുന്നുണ്ടല്ലേ, 5 രൂപയുടെ വ്യത്യാസം കണ്ടുണ്ടല്ലേ. അപ്പോൾ കുഴപ്പമില്ല, 94 സംതിങ് കണ്ടെന്നുണ്ട് നമ്മുടെ അവിടെ. എന്തായാലും 4 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. ഉള്ളത് ലാഭം അല്ലേ. ഇനി ഫസ്റ്റ് ടോള് ഇവിടുന്ന് ഇത്തിരി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടോള് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ എന്തൊരു സൗണ്ട് അടിച്ചാൽ നമ്മുടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിക്കാനുള്ള പരിപാടികൾ നോക്കാം. അത് ഇത് കഴിഞ്ഞിട്ട് മതിയാ.
കഴിഞ്ഞിട്ട് മതി, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പൊ എന്നാ ഇത്തിരി കൂടി നീങ്ങട്ടെ. രാവിലെ ആയിട്ട് വണ്ടികളുടെ തിരക്ക് മാറി നമുക്ക് എന്താ പറയാ തമിഴ്നാട്ടിലേക്ക് കിടക്കണോട് കൂടിയിട്ട്. അപ്പൊ ഇനി ടോൾ എവിടെ എത്താറായി? കുറച്ചും കൂടി കഴിഞ്ഞ ടോൾ എത്തും. അത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ എവിടെ എത്തും? തമിഴ്നാട് ബോർഡർ. അതെ. അപ്പൊ നമുക്ക് തമിഴ്നാട് ബോർഡറിലേക്ക് തമിഴ്നാട്ടിലേക്ക് കിടന്നിട്ട് ചായ കുടിച്ചാൽ മതി വെച്ചാൽ ശരണഭവന ആര്യാസോ അല്ലെങ്കിൽ അങ്ങനെ വല്ല സംഭവങ്ങൾ കിട്ടും. അതായാലും മതി. എനിക്ക് വിശക്കല്ലേ, മുത്തിന് വിശക്കണ്ടാ. എന്താ വെച്ചാൽ ഇവിടെ ആകുമ്പോ നമ്മള് വീണ്ടും സർവീസ് റോഡ് പിടിച്ച് ഇല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാം. ഇപ്പൊ പോണ സ്പീഡിൽ അങ്ങോട്ട് പോവാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താ പറയാ കുറെ ദൂരം അങ്ങോട്ട് കടക്കാൻ പറ്റും. അതെ. 80 ആവുമ്പോ തന്നെ നമ്മുടെ വണ്ടിയിൽ ഒരു ബസർ അടിക്കട്ടോ കീന്ന്. നിതയുടെ വണ്ടിയൊക്കെ 120 ആവുമ്പോഴേക്കും പിന്നെ ഇത് ഇന്നാവൂല കീ 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 അങ്ങനെ അടിച്ചോണ്ടിരിക്കല്ലേ നമ്മള് ബാംഗ്ലൂർ വന്നപ്പോ. അല്ലല്ല 80 കഴിഞ്ഞ ഒരടി അടിക്കും, പിന്നെ 120 കഴിഞ്ഞ പിന്നെ നിക്കില്ല. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് ടോള് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടോളാണ് നമുക്കൊരു 60 കിലോമീറ്ററിൽ ടോൾ ഉണ്ട്. അപ്പൊ എത്ര രൂപ ടോള് പോകുന്നുള്ളത് യാതൊന്നും അറിയില്ല കേട്ടോ. നമുക്കിപ്പോ ജീപ്പ് കാർ എന്റെ വെഹിക്കിൾ 70 രൂപ. ഒരു സൈഡ് 70 രൂപ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ഥലം എത്രയും മുന്നേ ചാർജ് ചെയ്യണം, റീചാർജ് ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ മറ്റേ പാർക്കിങ്ങിലൊക്കെ പൈസ പോയത് കണ്ടില്ലേ, 240 രൂപയ്ക്കാണ് മോളിന്റെ പാർക്കിംഗ്. ഇന്നലത്തെ പാർക്കിങ്ങില് 70. ഒക്കെ ഫാസ്റ്റാക്കിന്ന് കട്ടായിക്കൊണ്ടിരിക്കുന്നത്. മോളുകളിലെ പാർക്കിംഗ് മൊത്തം ഇപ്പൊ ഫാസ്റ്റാക്കായി. അപ്പൊ അത് കാരണം ഇതിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കുന്ന് പൈസ വെച്ചിട്ട് പോണത്. കർണാടക തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടാ, ഹൊസൂര്. ഇതാണ് തമിഴ്നാടിന്റെ ബോർഡർ ശരിക്കും പറഞ്ഞത്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. തമിഴ്നാട് ബസ് കണ്ടില്ലേ? തമിഴ്നാട് ലോക്കൽ ബസ് കണ്ടില്ലേ? ആകെ എത്ര കിലോമീറ്റർ? നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. കർണാടക ബാംഗ്ലൂർ ബോർഡറിലേക്ക് അല്ലേ? അങ്ങനെയല്ല, ഇവിടുന്നായാലും ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നത് കർണാടകന്ന് കുട്ട നിൽക്കുന്നിടത്തുനിന്ന് അടുത്തെന്ന് പറയാൻ വേണ്ടി. പടക്കത്തിന്റെ സ്ഥലമാണല്ലോ എന്റെ പൊന്നു. റോഡ് സൈഡ് മൊത്തം പടക്കം നോക്കി ഗൈസ്. അപ്പൊ ഹുസൂര് പടക്കശാലകളുടെ കടകൾ തന്നെയാട്ടോ രണ്ട് സൈഡിലെ റൂട്ടില്. നല്ല വിജനമായ വഴിയിട്ട് അടിപൊളി. തിരക്കൊക്കെ കുറഞ്ഞു. ഇങ്ങടേക്ക് ഹുസൂര് ഭാഗത്തേക്ക് എത്താറായപ്പോഴേക്കും ഫുള്ള് ഹുസൂര് കഴിഞ്ഞു, മാർക്കറ്റ് കഴിഞ്ഞു. അപ്പൊ ഹുസൂരിന്ന് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊക്കെ നല്ല കുറവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ചായ കുടിക്കാനായിട്ട് ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തണം. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ കുറച്ചുകൂടി കഴിഞ്ഞ് ഹുസൂര് കഴിഞ്ഞാൽ കൃഷ്ണഗിരി എത്തനോടുകൂടി ഉള്ളേരിയയിലേക്ക് പോയിട്ട് നമ്മുടെ ഗ്രാനൈറ്റിന്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കടകള് തന്നെയല്ല, മടകള്. പിന്നെ അതേപോലെ ഗ്രാനൈറ്റ് മുറിക്കുന്നത്, അതായത് ഫാക്ടറികള്, അങ്ങനെ പിന്നെ ഗ്രാനൈറ്റിന്റെ സെയിൽസിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് പറ്റുകയാണെങ്കിൽ നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തുറന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെയൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യം ചായക്കുടിയിലേക്ക് നടക്കാം. അതിന് മുന്നേ പോയി വിജനമായ വഴി കിടന്ന് നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്തിട്ട് 90 മൈൽ സ്പീഡ് 100 അങ്ങോട്ട് പോകാന്നുണ്ട് 90 പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ ആവറേജ് മൈലേജ് ഇങ്ങനെ കൂടി വരും. മറ്റേ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു 1000 രൂപയുടെ ഡീസല് കൂടുതൽ എന്നുള്ളൊരു കണക്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം പിടിച്ച് നല്ല ഇതിൽ പോന്നുകൊണ്ടിരിക്കുക. തന്നെയല്ല ഇതൊക്കെ ഈ താറിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിലും ഒലച്ചിലും അങ്ങനെയൊക്കെ കൂടി നമ്മൾ ഓടിക്കും. ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവും, പക്ഷെ വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കില്ലേ ഒരു അസ്വസ്ഥതയോ. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ അങ്ങനെ പോവാണ് ഇത് നല്ലത്. അടിച്ചു പൊളിച്ച് പോകാൻ പറ്റായികയല്ല, ആകെ ഒരു കാറ്റ് പിടിക്കുന്ന പോലത്തെ ശബ്ദവും പിന്നെ ഒരു സേഫ്റ്റി കുറവും അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ തോന്നും നമുക്ക് ഈ താറായതുകൊണ്ട്. മറ്റുള്ള കാർ സൈസ് വണ്ടികളാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ അതൊരു പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാത്രാക്ഷീണം ഇല്ലാണ്ട് നമുക്ക് എത്താം. എന്തോ റോഡിന്റെ പണിയാട്ടാ. റോഡ് നേരെ എവിടേക്കോ റിങ് പോലത്തെ റോഡാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഫ്ലൈ ഓവർ. അതെ, എത്ര 1 2 3 4 ഇത് ചിലപ്പോ ഇതേ കർണാടകന്നൊക്കെ വരുന്ന വല്ല റോഡായിരിക്കും. അതിനകത്ത് വല്ലതുണ്ടാ ടൗൺ ടച്ച് ചെയ്യാണ്ടൊക്കെ വരണേ. നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് പോയിരിക്കുക ഒറ്റ റോഡ് മറ്റേ ഇത് വരുന്നുണ്ടല്ലോ, എവിടെയും ടച്ച് ചെയ്യാണ്ട് വരുന്ന റോഡ്, അതിന്റെ വല്ല കണക്ഷൻ റോഡുകളൊക്കെ ആയിരിക്കാം. ഇത് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ, ഓരോ റോഡ് പണി കഴിയുമ്പോഴും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലേ, ഒരു പുതിയ റോഡിൽ കൂടിയാണ് ബാംഗ്ലൂർക്ക് പോയത്. അതിന്റെ ഫുൾ പണി കഴിഞ്ഞാൽ ഈ റോഡിലൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല. ഇപ്പൊ തന്നെ തിരക്ക് കുറവുണ്ട് കേട്ടോ. ശരിക്കും ഹുസൂരൊക്കെ കഴിഞ്ഞോടുകൂടി തിരക്ക് നല്ല വ്യത്യാസമായി, കുറവായി.
ചെന്നൈയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയുള്ള വലിയ വഴികൾ ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോ നേരെ മറ്റേ സേലത്ത് വന്ന് കാരണം വഴിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോ ഇത് ചെയ്തിട്ട് ഏതെങ്കിലും ഷോർട്ട് കട്ട് ആക്കി വരുന്നതാവും. ചിലപ്പോ ഹൈദരാബാദ് വഴി വരുന്ന വല്ല വഴിയാവും, ചെന്നൈന്നൊക്കെ. എങ്ങനെയെങ്കിലും ആയിരിക്കാം. തൊപ്പൂരാണോ ഇതോ? തോറപ്പള്ളിയാണോ? തോറപ്പള്ളി. ഇപ്പോ ബാംഗ്ലൂരിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തമിഴ്നാട്ടിലേക്ക് കിടന്ന അപ്പൊ രണ്ടാമത്തെ ഫ്ലൈ ഓവർ ആയിട്ടാ പണി നടക്കുന്നത്. എന്നാ ബാംഗ്ലൂർ വരെയുള്ള പണിയൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഫ്ലൈ ഓവറുകളുടെ ആയാലും ബാക്കിയുള്ളതൊക്കെ തമിഴ്നാട് കേരളത്തിലേക്ക് വരുമ്പോ ഒക്കെ സ്ലോവാ. അത് വെച്ച് കഴിഞ്ഞാൽ അത്ര ജനസാന്ദ്രത കൂടുതലല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പണികളൊക്കെ പെടപെടാന്ന് തീർക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി 10 വർഷം മുന്നേ തീർന്നുണ്ടാവും. ഇവിടേക്ക് മെല്ലെ മെല്ലെ എല്ലാം ഉള്ളൂ. നമ്മളെക്കാളും ഭേദമായിരിക്കും. അതെ, നിനക്കറിയോ 10 അല്ല ഒരു 15 കൊല്ലം കൊണ്ട് മുന്നേ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ഫസ്റ്റ് എക്സ്പ്രസ് ഹൈവേ വരേണ്ടത്. അത് വരാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത് തടഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 15 കൊല്ലം മുന്നേ നമ്മളുടെ അവിടെ സാധനം തുടങ്ങിയേനെ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എക്സ്പ്രസ് ഹൈവേ കൂടെ പോയേനെ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് കുന്നും മലകളുള്ള സ്ഥലം. മുകളിൽ നോക്കാണല്ലേ കള്ളി. കൃഷ്ണഗിരി എത്താറായിണ്ട്. ആ കല്ലിങ്കൂട്ടം കണ്ടപ്പോ മനസ്സിലായി അല്ലേ? പാറക്കൂട്ടം കല്ലിങ്കൂട്ടൊക്കെ അല്ല, അടുത്തത് വലിയ ഒരു സ്റ്റോപ്പ് പോലെ കാണുന്നത് കൃഷ്ണഗിരിയാ. ആണോ? അവിടുന്നാണ് നമുക്ക് ഉള്ളുകളിലേക്ക് തിരിഞ്ഞു പോണതുണ്ടാ. അപ്പൊ മൈനിങ്ങിന്റെ സ്ഥലമൊക്കെ ഒന്ന് നോക്കി നോക്കോ. കോർപ്പറേഷൻ വേസ്റ്റ് കത്തിക്കണ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കൃഷ്ണഗിരിന്ന് നമ്മള് ബൊമ്മസാന്ദ്ര വഴി കൂടി പോലെ പോണേ. ബൊമ്മസാന്ദ്ര വഴി അല്ല, ബൊമ്മസാന്ദ്ര അല്ലല്ലോ, സേലം ധർമ്മപുരി. സോറി, കൃഷ്ണഗിരിന്ന് ധർമ്മപുരി വഴിയാ, ധർമ്മപുരിക്ക് പോണേ. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നേരെ സേലത്തേക്ക് പോവാ, 2 ഇടവഴികളെ കയറില്ല. ഓരോരോ സ്റ്റോപ്പിന് പേര് ചോദിച്ചാൽ എനിക്കറിയാം. കുണ്ടുകാട് കരിയോങ്ങാട് കെട്ടളപ്പോലല്ലോ. അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി പറഞ്ഞു തരണ്ടോ ഞാൻ കറക്റ്റ് ആയിട്ട്. അങ്ങനെ നോക്കണമില്ലല്ലോ, അപ്പൊ അറിയില്ല. മസാല ദോശയുടെ ഒക്കെ പടം കണ്ടിട്ടുണ്ട്, പക്ഷെ ആര്യാസും ചാരണമാനൊന്നും കാണാനില്ല. എന്തൊക്കെയാട്ടെ, ഏതെങ്കിലും കാണുമെന്ന് വിചാരിക്കാം. നോക്കി അടുത്ത ഫ്ലൈ ഓവർ. അപ്പൊ 3ാമത്തെ ഫ്ലൈ ഓവർ ബാംഗ്ലൂർ സേലം റൂട്ടിൽ 3 ഇതായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നു. എത്ര കാണുന്നുള്ളത് നോക്കി നോക്കാം. എന്തൊക്കെ കൃഷി ചെയ്യണേ സാധനങ്ങൾ വല്ലതും മേടിക്കണ വീട്ടിലേക്ക്? ഉള്ളിത്തണ്ട് മേടിക്കണ 2 കിലോ? നെല്ലാണോ? പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോ ഇതുപോലെ തോന്നി. പണി നടക്കണോണ്ട് കുറെ സ്ഥലത്തൊക്കെ മെല്ലെ പോകേണ്ടി വരും കേട്ടോ. എന്നാലും ആ സ്ഥലങ്ങളിലൊന്നും ബ്ലോക്കില്ല. ഇവിടെ ഏതൊരു ഇതുണ്ടല്ലോ ഹോട്ടൽ, നല്ലതാണോ കണ്ടിട്ട്? ശരവണ പോവാൻ. അയ്യോ, എങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കേറും? പെട്ടു. അതെ, അവിടെ വഴിയുണ്ട്. ഓക്കെ, ദേ മറ്റേ ഇതിന്റെ ഇത് കൊണ്ടുപോകും, ലീഫ് കൊണ്ടുപോകണം. കാറ്റാടിയുടെ ലീഫ് കൊണ്ടുപോകണതാ. 3-4 ഒരുമിച്ചാ പോവാ, എല്ലാം ഒരുമിച്ചാ പോവാ. 4 വലുതാ. അതിന്റെ ഇടയ്ക്ക് മുത്താട്ടം ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിട്ടാ. ഇതല്ലേ നീ പറഞ്ഞ മരം, ഈ കാണുന്ന ചെടി? ഇത് മറ്റേ ഇതിന് എന്തിന്റെ മരുന്നായിട്ട് പറഞ്ഞത്? കൊറേ കാര്യങ്ങൾക്ക് ഔഷധ ഗുണമുള്ള ചെടിയാണ്. അതാ പറഞ്ഞത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം മാത്രം. അതെ, അതെങ്ങനെയാ രീതി? ആയുർവേദം പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കണം നിന്റെ അടുത്ത്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇഡലി ഓർഡർ ചെയ്തു, പ്രതിഷേട്ട മസാല ദോശ ഓർഡർ ചെയ്തേട്ടോ. ഇത് നെയ് റോസ്റ്റ്. എന്റെ ഇഡലി ആദ്യം എത്തി. ചട്നി സൂപ്പറാ, പക്ഷെ ഈ മുളകില്ലേ ആദ്യം ഇരുപാട്ടാ. ഇഡലി നല്ലതാ. ഞാൻ രാവിലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. യാത്രയല്ലേ, ലോങ് പോകണം, ഇത്രയും ഇനി വീട്ടിലെത്താൻ വരാത്തണ്ടതല്ലേ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് അസ്വസ്ഥതയാവണ്ടെന്ന് വെച്ചിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാന്ന് വെച്ചു. തൊപ്പി പോലെയാണ് ഗൈസ് കാണാൻ. മറ്റേ മന്ത്രവാദി പിന്നെ മസാല ദോശ വന്നില്ലേ. അപ്പോൾ കഴിച്ചു തുടങ്ങല്ലേ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, അവിടെ ടോയ്ലറ്റിൻ്റെ അവിടെ പോയിട്ട് കുറേ നേരമായി നിൽക്കുന്നു. അവിടെ ആകെ ജംഗ്ഷനിൽ ഒരു ടോയ്ലറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് ലേഡീസിൻ്റെ കയറി ആരോട് പറഞ്ഞിട്ട്, ചേട്ടാ ലേഡീസ് വരുമ്പോൾ നിങ്ങൾ പറയാം, തൽക്കാലത്തേക്ക് എനിക്ക് കയറാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ അവിടെ കയറി കാര്യം സാധിച്ച് ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്.
വൃത്തിയില്ല. അത്രയുമില്ല. സൂപ്പർ എന്നല്ല പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല. എന്നാൽ അതിന് മേലെ ഫുഡ് സൂപ്പറാണ്. എന്നിട്ട് കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാരും ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുന്ന ആൾക്കാരും വ്യത്യാസമില്ല. എന്നിട്ട് കുഴപ്പമില്ല, ഹോട്ടൽ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, നമ്മുടെ സാധാരണ ശരവണ ഭവനാണെങ്കിൽ പല സ്ഥലത്തും പല ടേസ്റ്റ് എന്ന് പറയില്ലേ, ഇവിടെ നല്ല ടേസ്റ്റാണ്. ശരവണ ഭവനിൽ തന്നെ ഡുക്കും ഒറിജിനലൊക്കെ ഇല്ലേ. ഇത് പേര് മാത്രമേ ഉള്ളൂ അല്ലേ. ഒറിജിനലിൽ കയറി കഴിഞ്ഞാൽ നല്ലതാവുമെന്ന് പറയാം. പക്ഷേ ഒറിജിനലായാലും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലത് കിട്ടിയ ഭാഗ്യം, അത്ര പറയാൻ പറ്റും. ഇത് നല്ല ഫുഡായി. നെയ് റോസ്റ്റ് അടിപൊളിയായിട്ട് നല്ല നെയ്യ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിതയുടെ ഇഡ്ഡലിയിൽ നിന്ന് കുറച്ച് കഴിച്ച് നോക്കി, അതും കുഴപ്പമില്ല. പിന്നെ എനിക്ക് പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ ചമ്മന്തിയാണ്. അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഇതത്ര ഇഷ്ടമല്ല. പക്ഷെ പിന്നെ തേങ്ങ ചമ്മന്തി, പിന്നെ സാമ്പാർ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. നിത ഇനി വേണം അതെല്ലാം. എന്നാൽ ചായ പറഞ്ഞു. മുത്തിന് ചായ കാപ്പിയാ? കോഫി. അപ്പോൾ എനിക്കും കോഫി മതി. എല്ലാവരും കോഫി ആയി. എന്നൊരു കോഫി കൂടി ദിവസമാണ് രാവിലെ തന്നെ. ഓക്കെ. കോഫി കുടിച്ചോ, കുഴപ്പമില്ല. സാധാരണ പറയണത് തന്നെ ആയിക്കോട്ടെ. ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കാപ്പി നല്ല അടിപൊളി കാപ്പിയായിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ചെലവിടങ്ങളിലും ഒരേപോലെ ഒന്നും ആയിരിക്കും. പക്ഷേ റേറ്റൊക്കെ കമ്പാരിറ്റീവ് ഇവിടെ കൂടുതലാണ്. ഒരു പ്രാവശ്യം വന്നവർ പിന്നെ വരില്ല. കാരണം 135 രൂപ ടാക്സുമാണ് മസാല ദോശയ്ക്ക്. അതിനുള്ള 135 രൂപയ്ക്കുള്ള ഇതൊന്നും ചെലവിടങ്ങളിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ ആരാച്ചിൽ 85 രൂപ 90 രൂപയ്ക്ക് സാധാരണ റേറ്റ് ഉള്ളൂ. ഇത് അത്ര റേറ്റ് കൂടുതലാണ്. കോഫി ഇതൊക്കെ നോർമലാട്ടോ. ഗീ റോസ്റ്റും അതെ, ഗീ റോസ്റ്റ് 135. എല്ലാത്തിനും ഭയങ്കര റേറ്റ്. എന്താണെന്ന് അറിയില്ല. സാധാരണ ഇത്ര റേറ്റൊന്നും വരാറില്ല ശരവണഭവൻ. അതുപോലെ മറ്റേ ഇതിന് ഇഡ്ഡലി മാത്രം 2 ഇഡ്ഡലിക്ക് മാത്രം തന്നെ എത്രയാണ് 48 രൂപ 50 രൂപ എടുത്ത് വേണ്ട. അപ്പോൾ വില കൂടുതലാണ് പൊതുവെ ശരവണഭവനിൽ. ഇങ്ങനെ വരാറില്ല, എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് കൃഷ്ണഗിരിയിലേക്ക് പോകാനുള്ള പരിപാടിക്കാണ് കേട്ടോ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ എല്ലാ സ്ഥലത്തേക്കാളും. അതെന്താണെന്ന് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. സംഭവം ഏറ്റവും വില കുറഞ്ഞ സ്ഥലം എന്നൊക്കെ പറയില്ല, പക്ഷേ ഏറ്റവും പൈസ കൂടുതൽ ഇവിടെയാണ്. പോവാ. അപ്പം ഇനിയിപ്പോൾ ഡ്രൈവർ ചേഞ്ച് ആണ്. ഇനി ചായ കുടിച്ചിട്ട് നിത ഓടിക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ. ആദ്യം കൂളിംഗ് ഗ്ലാസ് വെക്കുക. ആ പിന്നെ എന്തൊക്കെ ചെയ്യാണ്ട് മുത്ത് പറഞ്ഞു കൊടുത്തേ. ആ ഓക്കെ. ഇനി ക്ലച്ച് അങ്ങോട്ട് ആഞ്ഞ് ചവിട്ടി പിടിക്കുക അങ്ങോട്ട്. ഇനി ഫസ്റ്റ് കിട്ടത് പതുക്കെട് ഓഫ് ആവരുന്നിട്ട് വണ്ടി. ക്ലച്ച് മെല്ലെ മെല്ലെ എടുക്കുക. അടിപൊളി. അങ്ങനെയല്ല, പതുക്കെ അറിയാത്ത രീതിയിലാണ് എടുക്കുക. ഇത് പറയാത്ത രീതിയിലല്ല സാറേ. ഇതാവാൻ പാടില്ല. എങ്ങനെ അത്ര ഇങ്ങോട്ട് പുറകിലേക്ക് വലിക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ഗിയർ ഉള്ളതും റേസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാന്ന് തെറ്റിയിട്ടൊക്കെ ആണെങ്കിലോ. അതെ. ഇപ്പൊ എത്ര മൈൽ സ്പീഡിലായി? ക്ലച്ച് പിടിച്ചിട്ട് ഇതെന്തത് എങ്ങനെ എടുക്കണ്ടേന്ന് പറയേ. ഈ പ്രാവശ്യം നോട്ടെ. എന്നാലും എത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല അല്ലേ. ശരിയാ. ഇനി കഴിഞ്ഞു. ഞാൻ മുത്ത ഇനി എന്താ ചെയ്യണ്ടപ്പോ? അതെ, നിനക്ക് പേടിയാന്നോ? അമ്മ പഠിക്കണേന് നിനക്ക് എന്തിനാ പേടി? അപ്പൊ അതേ നമ്മുടെ ഇവിടുത്തെ വീണ്ടും അടുത്ത ഒരു ഫ്ലൈ ഓവർ, 4ാമത്തെ ഫ്ലൈ ഓവറിന് പണി നടക്കാട്ടോ തമിഴ്നാട്ടില് സേലം റൂട്ടില്. ബാംഗ്ലൂർ വിട്ട് കഴിഞ്ഞാൽ ഉസൂരിന്ന് നേരെ ഇവിടെ എത്തുമ്പോഴേക്കും 4ാമത്തെ ഫ്ലൈ ഓവർ. ഇതൊക്കെ മുന്നേ പണിതാ മതി. എനിക്ക് എന്ത് എളുപ്പമുണ്ടായിരുന്നു. ന്യൂട്രലേക്ക് ഇട്ടോ. അമ്മ അവിടെ എത്തുമ്പോ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ബ്രേക്ക് പിടിച്ചോ. അവിടെ എത്തുമ്പോ ബ്രേക്കിന്റെ ആവശ്യം വരുമ്പോ വേണ്ട. സർവീസ് റോഡാണേ. ഇതേ അവൻ പറയുന്നു കേൾക്കണം. നീ നിന്റെ സ്റ്റൈൽ ഓടിച്ചോ. ദേ കൃഷിത്തോട്ടങ്ങൾ നിറച്ചുകൊണ്ടിട്ട് തമിഴ്നാടിൻ്റെതായിട്ടുള്ള ഈ വഴിക്ക് പോവാണെങ്കിൽ കാണാൻ ആഗ്രഹമാണെങ്കിൽ വേണമെങ്കിൽ ഈ വഴിക്ക് പോകാൻ പറ്റും. ആ വഴിയല്ല അല്ലേ. മറ്റേ സ്വിഫ്റ്റ് ഓടിച്ചിട്ടേ അതിന്റെ സുഖം പറ്റി. ഗിയർ ഇല്ലാത്തോണ്ടുള്ള സുഖം പറ്റിയാൽ ഇത് വലിയ താല്പര്യമില്ല അല്ലേ. സംഭവം പോസൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആ ഇഷ്ടം അങ്ങോട്ട് മാറിപ്പോയി. മുത്തായി 4ാമത്തെ ഗിയർക്ക് പറഞ്ഞു കൊടുക്കാം അമ്മയ്ക്ക്. 5ക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ വേണ്ട, ഓടാ ഇവിടുന്ന് തൃശ്ശൂർ വരെ. ഇനിയിപ്പോ 4ാമത്തെ ഗിയറിലിട്ട് ഓടിക്കാൻ പോകല്ലേ. 5ാമത്തേലിട്ട് ക്രൂയിസ് സെറ്റ് ചെയ്യുന്നതേ. അല്ല പിന്നെ അവൻ പലതും പറയും. വേണ്ട, 6ാമത്തേലിട്ട് ക്രൂയിസ് ഇട്ടോ. സൈഡ് പിടിച്ചോ, കലക്കിക്കോ. ഒന്നും നോക്കണ്ട. ദൊപ്പൂര് ഇറക്കിറങ്ങിക്കോ. അതെ.
നല്ല വഴിക്കല്ലേ തന്നിട്ടുള്ളത്? അതെ ആ അതാണ്, അതാ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ബ്രേക്കുമ്പോ കാല് വെച്ചപ്പോ നമ്മളെ അതിനിടയ്ക്ക് ആക്സിഡന്റിൽ കാലെടുത്ത് പോവാൻ പറയണേ. അല്ല, ഇറക്കത്ത് ബ്രേക്കുമ്പോ കാല് വെക്കേണ്ട ആവശ്യമുണ്ട്, ഈ ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. എന്നാലും ഞാൻ ഇത്ര സ്പീഡിൽ ഓടിക്കാത്ത കാരണേ. അത് ശരിയാ, സ്പീഡ് കുറഞ്ഞ് ഓടിക്കണോണ്ട് നിനക്ക് പോട്ടെ പോട്ടെ. അപ്പൊ നേരെ ഒന്നും നോക്കണ്ട, ഇതേ ഒരു സൈഡ് നോക്കിയിട്ട് അങ്ങോട്ട് നമ്മുടെ ഇപ്പൊ ഈ പോണ സൈഡ് നോക്കിയിട്ട് അങ്ങോട്ട് കാലിക്കോ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലാന്ന് എന്തേ, വണ്ടി ഓടിക്കാണ്ട് സൈഡിലിരിക്കുമ്പോ ആ സുഖം പറ്റിയില്ലേ? അങ്ങനെ അങ്ങനെ വേണ്ട, വണ്ടിക്കിടി ഓടിച്ചിട്ട് ആ സുഖിടി അങ്ങോട്ട് പറ്റിക്കോ. എപ്പോഴും ഇങ്ങനെ സൈഡിൽ ഇരുന്ന് പോട്ടെ പോട്ടെ റൈറ്റ് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, നല്ല സുഖം കിട്ടൂലോ. ആ പരിപാടി ഇല്ല ഇവിടെ. രണ്ടുപേരും തുല്യ പങ്കാളികളാ ലൈഫില്. ഒരാള് വീട്ടിലെ പണികളൊക്കെ ചെയ്തു തുല്യ പങ്കാളികളാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വണ്ടി ഓടിക്കുമ്പോ അത്ര തുല്യത, പാത്രം കഴിയിട്ടുള്ള തുല്യത എനിക്ക് ആവശ്യമില്ല. വല്ല അത്യാവശ്യം വയ്യാണ്ടിരുന്ന കഴുകാന്നല്ലാണ്ട് ആ തുല്യത ആവശ്യമില്ല. വണ്ടി ഓടിക്കുമ്പോ യാത്രകൾ പോണ സമയത്ത് എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഓടിക്കണം. അല്ലാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കൂടി ചെയ്യാം. നീ വീഡിയോ പിടിക്കോ? റോഡൊക്കെ മോശമായി തുടങ്ങിയിട്ട് നോക്കി, റോഡിലൊക്കെ നിറച്ചും പൊട്ടൽ വീണുണ്ട്. ലോഡ് വണ്ടിയൊക്കെ പോയിട്ടേ, അതായത് റോഡ് പണിതിട്ടില്ല, പണിയാറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൃഷ്ണഗിരി നിത മറ്റേ വഴി നോക്കിയപ്പോ എന്തോരം പോയിട്ടാ? ഇനി ഒരു 10-20 കിലോമീറ്റർ ഒക്കെ പോയിട്ടല്ലേ? 20 അല്ലല്ലോ? ഇല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. കൃഷ്ണഗിരി ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്, ഈ ഹൈവേ പിടിച്ചെന്നെ പോയാ മതി. മറ്റേത് അങ്ങോട്ട് മടയൊക്കെ കാണണമെങ്കിൽ ഇറങ്ങണം. മട എങ്ങടെ ഇറങ്ങണം? ലെഫ്റ്റ് പോണം. ലെഫ്റ്റ് പോവാ ഞാൻ പറഞ്ഞത്. ഹൈവേയിൽ പോയാ പോരെ? ഹൈവേ ഏത് ടൗണിലേക്ക്? ടൗണിലേക്ക് പോണ്ട. ടൗണിന്റെ തിരക്കിന്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ലെഫ്റ്റ് എടുക്കണ്ടേ അല്ലേ? എത്താറായെന്നുള്ള ഐഡിയ ഉണ്ടോ? കൃഷ്ണഗിരി നേരെ ആയിട്ടില്ല. പോ ഒന്നും നോക്കണ്ട, ഞാൻ നോക്കാം. 5ാമത്തെ ഫ്ലൈ ഓവറും അങ്ങനെ ദേ ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര പണിയാ നടക്കണേന്നറിയോ? അപ്പൊ ഹൈവേ കട വരുമ്പോൾ ഇപ്പൊ പഴയതുപോലെ നല്ല കുറെ സമയം പോകും കേട്ടോ. അങ്ങനെ വേണ്ട പറയാൻ. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ടിഫിൻ പരിപാടിയാണ് കേട്ടോ ഇത് മൊത്തം. മെല്ലെ മെല്ലെ എടുത്തോ, ഒറ്റടിക്ക് എടുക്കാണ്ടിരുന്നാ മതി. ബാബാ ഈ പ്രൈവറ്റ് എനർജി എല്ലാ സൈഡിലും വണ്ടി തന്നെ, ഫുൾ വണ്ടിയാ. പോ അവിടെ മുന്നിലേ ഒരു വലിയ വണ്ടി പോകുന്നുണ്ട്, എന്തോ സാധനം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മൊത്തം ബ്ലോക്ക്. അതിന്റെ മുന്നിലേക്ക് ആർക്കും പോകാൻ പറ്റണില്ല. ഗിയർ വേണമെങ്കിൽ ഒന്നിലേക്ക് തുടങ്ങിക്കോ. ഓക്കെ എടുത്തോ. ആ വണ്ടീനെ വെട്ടിച്ച് ആർക്കും പോകാൻ പറ്റില്ല. ഈ സൈഡ് ചേർത്തോ, വേറെ ഒന്നും ചെയ്യാനില്ല. അത് അത്ര വലിയ വണ്ടിയാ. അത് മൊത്തം ബ്ലോക്കായിട്ടാ പോണത്. എന്ത് വണ്ടിയാണോ? എന്തോ ട്രാൻസ്ഫോമർ പോലത്തെ വലിയ എന്തോ സാധനം ഉണ്ട്. ഹൈവേയിലേക്ക് കയറിയ പിന്നെ കുഴപ്പമില്ല. കൃഷ്ണഗിരി മലനിരകളുടെ ഭംഗി ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്ത് രസം നോക്കിയാൽ മല കാണാൻ. ശരിക്കും റോഡ് ബ്ലോക്കായി നിൽക്കണ പോലെയാ കണ്ടാ. ആ മലയുടെ മുകളിൽ ആരും ഉണ്ടല്ലോ. ഇത് അങ്ങോട്ട് നോക്കണ്ട കേട്ടാ. അടുത്ത ടോൾ പ്ലാസ ആയിട്ടോ, 1 കിലോമീറ്ററിനുള്ള അടുത്ത ടോൾ പ്ലാസയാണ്. ഇപ്പൊ 2ാമത്തെ ടോളാണ് നമ്മളിപ്പോ കൊടുക്കാൻ പോണത്. ഇങ്ങോട്ട് ആ വണ്ടി ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്, ഇങ്ങോട്ട് വാ. ഈ സൈഡിൽ ഫുൾ ചേർത്ത് ഒതുക്കിക്കോ. നിൽക്കുന്നു മെല്ലെ ആ വണ്ടിയുടെ ബാക്കിൽ ഒതുക്കി. ഇനി വണ്ടി നോക്കണം. 2 ലൈലന്റ് ബോഡി കെട്ടാനുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരില്ല. എത്ര വീലാന്നറിയോ? 2, 4, 6, 8, 16 വീല് കേട്ടോ. ഇതാണ് ആ വലിയ സാധനം കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ. വോൾവോയാണ്. വോൾവോന്റെ ട്രെയിലറിലാണ് കെട്ടിവലിച്ച് കൊണ്ടുപോകണത്. ഇതേ ടോളിന്റെ അപ്പുറത്തേക്കടെ പോണ സാധനം ശ്രദ്ധിച്ചാ? കാരണം ഇതിലെ കിടക്കില്ല എന്നുകൊണ്ട്, വീതി കൂടുതലായ കാരണേ. അങ്ങനെ സംഭവം ഉണ്ടല്ലേ. ഇതാണ് വണ്ടി. ഇവിടെ എന്താ മറ്റേ സാധനം ഇല്ലേ? ഓട്ടോമാറ്റിക് അതെന്താ ഇത് അടയണം തുറക്കണമൊന്നും ഇല്ലേ? കംപ്ലൈന്റ് ആണെന്നുണ്ട്. വേണമെങ്കിൽ വേഗം പോണെങ്കിൽ പോവാം. പക്ഷെ കാര്യമൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റാഗ് അടിക്കും. ഇയാൾ വണ്ടി തുറക്കുന്ന തുണി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെക്കണം. മുത്തിന് എന്തെങ്കിലും വേണോടാ? ശരി, മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. അല്ല ഈ വലിയ മലയുടെ അപ്പുറത്തേക്ക് പോവും. മലയാണ്. കോറി എന്ന് പറഞ്ഞ് കാണിക്കണ്ട. മറ്റേ ഗ്രാനൈറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്
നമ്മൾ ഈ ബാംഗ്ലൂർ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാലും ഒരുവിധം 99% ഗ്രാനൈറ്റ് വരുന്നത് കൃഷ്ണഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് മറ്റേ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അത് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണതും കാര്യങ്ങളൊക്കെ. കോറികൾ ഒരു 99% വലിയ കോറികൾ ഒക്കെ കൃഷ്ണഗിരിയിലാണ്. അപ്പൊ ഇവിടെ ജഗദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതിന്റെ മെയിൻ സ്ഥലം എന്നാ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചപ്പോ അപ്പൊ കൃഷ്ണഗിരിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നേരെ അപ്പൊ നമ്മൾ നേരെ ആ കോറി ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാണ് കേട്ടോ. കറക്റ്റ് ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് മുത്തേ കണ്ടത് ലൂണയാണ് വണ്ടി. ലൂണേമ ഫിറ്റ് ചെയ്തിട്ടുള്ളതില് വലിയ പെട്ടി, ഓട്ടോയുടെ മറ്റേ പെട്ടീനേക്കാളും വലിയ പെട്ടി, ഹൈറ്റില് ഒരു സംഭവം. എന്നിട്ട് അത് വലിക്കണില്ല, ആൾക്കാർ കൂടി തള്ളുക. അയ്യോ ചിരിക്കാൻ വയ്യ. ഇവിടുന്ന് എന്തോരം ഉണ്ട് ഇത് സ്ഥലത്തേക്ക് മാപ്പ് ഇട്ടപ്പോ എത്രയുണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ട്? ഫാക്ടറി ഒക്കെ കാണുന്ന സ്ഥലത്തേക്ക് 12 കിലോമീറ്റർ. അപ്പൊ കൃഷ്ണഗിരി ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് മാപ്പ് കാണിക്കണേ. ശരിയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം. എന്തേ നല്ല അറിയുള്ളൂ. എല്ലാം പരീക്ഷണങ്ങളാണല്ലോ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പരീക്ഷണങ്ങളാണ്. ഇതിൽ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തി നോക്കും. അതൊരു എക്സ്പീരിയൻസ് അത് തന്നെ. ഇവിടെ നോക്കിയ ഫ്ലൈ ഓവറിന്റെ അടിയിൽ മൊത്തം പടം വരച്ചു വെച്ചേക്കണാ. കുതിര അടിപൊളിയുണ്ട് അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കും. കാളോട്ടം, കൃഷി സ്ഥലങ്ങളില് ഡാം, കാളയോട്ടം ടിവിയിൽ കണ്ടിട്ടുണ്ട്. അതിൽ ജയിക്കണവർക്ക് സമ്മാനം മറ്റു സാധനം മുളയുടെ വേര് അല്ല, മുളയല്ല സോറി. അയ്യോ നമുക്ക് ടോൾ റോഡിൽ കയറണ്ടല്ലോ. താഴ്ത്തക്കടയല്ലേ കാണിക്കണം? അല്ലേ? ആ താഴ്ത്തക്കട പോവാം. വഴി മാറ്റി കാണിച്ചു തോന്നുന്നു. ഇതിപ്പോ എവിടേക്ക് പോണ റൂട്ട് എന്നാ കാണിക്കണേ ശരിക്കും പറഞ്ഞാൽ? ഈ ലോങ് നേരെ പോണം. ചെന്നൈക്ക് സേലം റൂട്ടിൽ കൂടെയല്ലേ പോണേ? ആ ചെലപ്പോ സേലത്തേക്ക് മുട്ടാണ്ട് ഇങ്ങോട്ട് വഴി ഉണ്ടാവും ചെലപ്പോ. വെല്ലൂര്. അപ്പൊ ചെന്നൈ റൂട്ട് ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, അമ്പൂര്, വെല്ലൂര്. അപ്പൊ നമ്മള് ചെന്നൈ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ കൂടെ മറ്റെന്താ പറയാ നമ്മളുടെ സർവീസ് റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം വിചാരിക്കണേ. ഇടിച്ചിട്ടാ അയ്യോ ബുദ്ധിമുട്ടായി പോയില്ലേ? എഴുതിയേക്കാണല്ലേ? ആ എല്ലാം കഴിഞ്ഞു. അത് ചിലപ്പോ ഇടിച്ചതിന് ശേഷം എഴുതിയതുകൊണ്ട് പാനിക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരു പാനിക്കൊക്കെ പോയിണ്ടാവും. ഇപ്പൊ ശവകുടീരത്തിൽ ഇന്ന് പ്രാർത്ഥിക്കായിരിക്കും. ഡോണ്ട് പാനിക്ക്. വണ്ടിക്ക് ഈ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ബാക്ക് ഭാഗത്ത് മറ്റേ റെയിൽ ഇടിഞ്ഞാലുണ്ട്. ചെന്നൈ 225 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെന്നൈ എത്തും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ നമ്മൾ വന്ന സ്ഥലമാണ്. നമ്മള് സേലത്തേക്ക് പോയില്ല, കൃഷ്ണഗിരിയിലെ വന്ന് കയറി. നിനക്ക് ഓർമ്മയുണ്ടാ? കൃഷ്ണഗിരി അല്ലാണ്ട് സേലത്തു നിന്നല്ല, കൃഷ്ണഗിരിയിൽ ആ ഹൈവേ ആണ് ഈ ഹൈവേ. അപ്പൊ നമ്മൾ ഈ വെല്ലൂർ റോട്ടിക്കടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പില് പോയിട്ടുള്ളതാണ് കേട്ടോ. അതെ, ചെന്നൈയിൽ നിന്ന് നേരെ നമ്മൾ വന്നത് ബാംഗ്ലൂർക്ക് വന്നത്. കോളാർ വഴിക്ക് വരാൻ പറ്റും, അതായിരുന്നു എളുപ്പം. പക്ഷെ നമ്മള് വെല്ലൂര് വഴിക്ക് നേരെ കേറിയിട്ട് ഇവിടെ കൃഷ്ണഗിരി വന്നിറങ്ങിയിട്ട് ബാംഗ്ലൂർക്ക് പോയത്. അത് നഷ്ടമായിരുന്നു നമുക്ക് അന്ന്. അത് തന്നെയല്ല, അന്ന് വരാത്ത റോട്ടിക്കടെ വരായിരുന്നു. പക്ഷെ ഈ റോട്ടിക്കടെ നമ്മൾ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെന്നൈ റോട്ടിക്കടെ വന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈ കൃഷ്ണഗിരി റൂട്ട് ഞാൻ പ്രതിഷേധം അന്ന് പറഞ്ഞിരുന്നു. പ്രതിഷേധം ആ വഴി ഉണ്ടെന്ന് പറഞ്ഞു. പ്രതിഷേധം വേണ്ട, നമുക്ക് മെയിൻ റോഡ് കൂടിയിട്ട് തന്നെ പോവാന്ന് പറഞ്ഞു. അല്ല അതെന്താന്നറിയാം അങ്ങനെ പറഞ്ഞത്? ഹൈവേ കട വരാലോ എന്നുള്ള ഒരു മൂഡിലായിരുന്നു. ഹൈവേ പണിതോണ്ടിരിക്കുന്നു. ഞാൻ മാപ്പ് നോക്കുമ്പോണ്ടല്ലോ ബാംഗ്ലൂർ അതാണ് അടുത്ത് കിടക്കണേ. ഞാൻ പറഞ്ഞു പ്രതിഷേധ ഇങ്ങനെ പോവാലോ പ്രതിഷേധ, അതല്ല അടുത്തുള്ളത് നമുക്ക് റൈറ്റ് അല്ലേ? അപ്പൊ പറഞ്ഞു അതൊക്കെ വളർന്നും തിരുവുള്ള വഴിയോ, നീ ഈ വഴിക്കനെ പോയാ മതി എന്ന് പറഞ്ഞു. ശരിയാ, അതുകൊണ്ടാണ് ഇതിലെടുത്തത്. എന്തായാലും കുഴപ്പമില്ല, അത് കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചെന്നൈക്ക് പോകുമ്പോ ആ വഴിക്ക് പോയാൽ മതി. ഇത് അപ്പൊ കുഴപ്പമില്ല. കോളാറ് കൂടിയിട്ട് ചെന്നൈക്ക് നമുക്ക് അങ്ങോട്ട് അങ്ങനെ പോകേണ്ട ആവശ്യം. ബാംഗ്ലൂരിൽ ചെന്നിട്ട് നമുക്ക് ചെന്നൈക്ക് പോകണമെങ്കിൽ കോളാറ് കൂടി പോവാമെന്ന്. ഇത് ഏതൊക്കെയാ റോഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മൊത്ത ഇംഗ്ലീഷിലൊന്ന് വായിച്ചാൽ അപ്പം പഠിപ്പിക്കാൻ വിട്ട കാശ് പോയോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട്. അപ്പന്റെ പോലെ തന്നെയാ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. തെണ്ടിവനോ? തെണ്ടിവനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം തെണ്ടികളുള്ള സ്ഥലമായിരിക്കും. അതാണ് തെണ്ടിവനം. നിതയ്ക്ക് സാപ്പാട് വേണ്ടേ?
എനിക്കിപ്പൊന്നും വേണ്ട. ഇപ്പോഴല്ല, ഇത് ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ കഴിച്ചാൽ പോവാണ്. സാപ്പാട് എനിക്ക് പോണ്ടിച്ചേരി 223. അപ്പൊ ഈ വഴിക്ക് പോണ്ടിച്ചേരിക്ക് പോകാൻ പറ്റുമോ? ആ ചെന്നൈ കഴിഞ്ഞിട്ടല്ലേ പോണ്ടിച്ചേരി. അതെ, അപ്പൊ ആ വഴിയല്ലായിരുന്നോ എക്സ്പ്രസ് ഹൈവേ? ഇത് ലോക്കൽ റോഡാവോ? ഇത് എക്സ്പ്രസ് ഹൈവേ ഉണ്ടാവണം മുന്നോട്ട്, ഇതൊക്കെ ആവും വഴി. അതെ, അതൊന്ന് വിചാരിക്കാം. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അതെ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വിചാരിക്കാം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയാം, അനുമാനിക്കുന്നു. അപ്പൊ അറിയാവുന്ന ആൾക്കാർ പറയും ചേട്ടാ അതിങ്ങനെയല്ല, അതിങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയും ശരി ചേട്ടാ, നമുക്ക് ഇപ്പോഴാണെന്ന് മനസ്സിലായി. എന്തിട്ട് സംഭവം അറിയില്ല. ഇഷ്ടിക ചൂള വയ്ക്കണ അടി, ഇഷ്ടിക ചൂളയാണ് ഇതൊക്കെ. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും ഇഷ്ടിക ചൂള എങ്ങനെയല്ല വെക്കുക അല്ലേ? അത് അറക്കപ്പൊടി ഇല്ല, അത് നെല്ലില്ലേ, നെല്ല് കുത്തിയിട്ടുള്ള. അതാണ് പതിര്. അതായത് എന്താ പറയാ, കൊള്ളില്ലാത്ത നെല്ലുണ്ടല്ലോ, അത് ഇഷ്ടിക ചൂള പിടിക്കാൻ വേണ്ടി തീ വെക്കണതാ. നമ്മുടെ അവിടെ ഒക്കെ വലിയ മറ്റേ ഇത് ഇട്ടിട്ട് മരം പീസുകൾ ഇട്ടിട്ടാണ് ചൂള പിടിക്കുക. ഇതേ ഗ്രാനൈറ്റിന്റെ പരിപാടി കണ്ട, ഗ്രാനൈറ്റ് കയറ്റുന്ന വണ്ടികൾ, രാജസ്ഥാൻ വണ്ടികൾ കൊണ്ട് ഇറക്കുകയാണ്. അതെന്താ ഇവിടെയൊക്കെ നിറച്ചും ഗ്രാനൈറ്റിന്റെ കടകൾ അതീ കണ്ടതൊക്കെ കണ്ടോ? ഇതേ എന്തോ ഒരു ഏരിയല, ഇവിടെയൊക്കെ വിലയും കുറവാവും കേട്ടോ. നമുക്ക് എന്തായാലും അത് വെണ്ടക്കായി അല്ലേ? പിന്നെന്തിട്ടാ വെണ്ടക്കായി വഴുതനി അങ്ങനെ എന്തോ സംഭവമാണ്. ചൂട് 40 ഇത് കണ്ടോ? ഇത് അവിടെ അങ്ങ സൈഡില് മുഴുവൻ നല്ല മാവിന്റെ തെങ്ങിന്റെ ഉള്ളിക്കട അല്ലേ? അതെന്താ നെൽത്തോട്ടത്തിന്റെ ഉള്ളില് തെങ്ങ് നിൽക്കണോണ്ടുള്ള പ്രത്യേകതയാണ് പറയണേ. ഇവിടെയൊക്കെ കോറികൾ പണിയുന്ന സ്ഥലം കണ്ടോട്ടാ ഞങ്ങള്, പക്ഷെ ഉള്ളിലേക്ക് കേറിയിട്ട് നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കണോ? അതെ, ഹൈവേ കൂടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല, ഉൾവഴി കൂടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി പോട്ടെ, എന്നിട്ട് നോക്കാം. 15 കിലോമീറ്റർ അല്ലേ പറഞ്ഞേ? എത്രയായി? ഇനി 5 കിലോമീറ്റർ. അപ്പൊ എന്തായാലും നേരെ പോയിട്ട് നമുക്ക് ഉൾവഴി കൂടെ കിടക്കാം. അപ്പോൾ നമുക്ക് ഗ്രാനൈറ്റ് കോറികളും അതുപോലെ ഫാക്ടറികളുടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.